നിരപരാധിയായ യുവാവ് തീഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ടത് 35 ദിവസം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയൂർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. നെടുങ്കണ്ടത്ത് താമസിക്കുന്ന ഷമീമാണ് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയിൽ നിന്നും പണം തട്ടാൻ ശ്രമിച്ചുവെന്ന കേസിലാണ് ഷമീമിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങിയതാണ് ഇയാൾക്ക് വിനയായത്. ദില്ലി സ്വദേശിയായ യുവതിയുടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കാതിരിക്കാൻ 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നായിരുന്നു കേസ്. കഴിഞ്ഞ വർഷം നവംബർ 22-ന് ഷമീമിനെ നെടുങ്കണ്ടത്ത് നിന്ന് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പെൺകുട്ടിയുടെ ആൺ സുഹൃത്താണ് ദൃശ്യങ്ങൾ പകർത്തി ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. കേസിൽ ദില്ലി സ്വദേശി മാനവ് വിഹാരിയെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നെടുങ്കണ്ടം സ്വദേശിയായ ഷമീമിന്റെ കൈവശമുണ്ടായിരുന്ന വിദേശ നമ്പറിൽ നിന്ന് യുവതിയെ വിളിക്കുകയും വാട്സപ്പ് കോൾ ചെയ്യുകയും ചെയ്തെന്നും പണം ആവശ്യപ്പെട്ടെന്നുമായിരുന്നു ഇയാൾക്കെതിരെയുള്ള കേസ്. ചെന്നൈ സ്വദേശിയായ ഷമീം 6 വർഷമായി നെടുങ്കണ്ടത്താണ് താമസിക്കുന്നത്. നെടുങ്കണ്ടത്ത് നിന്നും ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങിയിരുന്നു. ഈ മൊബൈലിന്റെ IP അഡ്രസ്സിൽ നിന്നാണ് സന്ദേശം അയച്ചത്. ഞാൻ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വഴിക്ക് എന്നെ ഇവിടെ നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ എന്നെ കൊണ്ടുപോയിട്ട് ഇന്നപോലെ നീ ഇതുപോലെ 30 ലക്ഷം രൂപ ഒരു പെണ്ണിൽ നിന്ന് വന്ന് തട്ടിപ്പറിച്ചു, അവളുടെ നിന്ന് നീ മെസ്സേജ് അയച്ചു, ഇങ്ങനെയൊക്കെ അവരെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെ സംവിധാനമൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് അറിയത്തുമില്ല, നിങ്ങൾ ചോദിക്കുന്ന പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നാ സംഭവം, ഇതെന്നാ കേസെന്ന പോലെ എനിക്ക് മനസ്സിലായി, എന്നാ സംഭവം, എന്നാ വിഷയം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഓഫീസ് റൂമിൽ വെച്ച് ഇങ്ങനെ ചോദിക്കുക, അവിടുത്തെ ഡൽഹി പോലീസും ഉണ്ടായിരുന്നു, അവരെ ചോദിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നതിന് ഉത്തരം ഞാൻ അവർ കൊടുക്കുന്നു, സാറേ ഞാൻ സെക്കൻഡ്സിലെ മൊബൈൽ മേടിച്ചത്, ഇതിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, ചിലപ്പോൾ നമ്മൾ ഫോൺ ഹാക്ക് വല്ലതും ചെയ്തിട്ടുണ്ടായിരിക്കും, ഹാക്ക് ചെയ്ത് നമ്മളൊന്നും അറിയത്തില്ലല്ലോ, നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല സാറേ, എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ CI ഉണ്ടായിരുന്നു, പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്ന് പറ, എന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിന്നെ എവിടെ നിന്ന് അവർ കൊണ്ടുപോകും, നീ സത്യാവസ്ഥ പറയുന്നു പറഞ്ഞു. സാറേ ഞാൻ സത്യാവസ്ഥയാണ് പറയുന്നത്, ഞാൻ സെക്കൻഡ്സിലാണ് ഫോൺ മേടിച്ചത്, ഇന്ന കടയിൽ നിന്നാണ് മേടിക്കുന്നത്, മലബാർ ചിപ്സിൻ്റെ ഇടവഴിക്കാണ് ഒരു ജിജോ എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് ഞാൻ മേടിക്കുന്നത്, ഞാൻ സെക്കൻഡ്സിലാണ് ഫോൺ എടുത്തത്. അപ്പോൾ ബില്ല് കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ബില്ലും കാര്യങ്ങളൊന്നും ഇല്ല സാറേ, എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സംവിധാനമൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ നീ വന്നിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലാതെ ഇവർ ഡൽഹിയിൽ നിന്ന് ഇവർക്ക് ഇത്രയും ദൂരം വന്ന് നിന്നെ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അപ്പോൾ അവിടെ നമ്മൾ 35 അവിടെ ഇരുന്ന സമയത്ത് അപ്പോൾ 1-ാം പ്രതിയെ വന്നിട്ട് എന്നെയും ഒരുമിച്ച് അവിടെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അപ്പോൾ സംഭവം എന്നാന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ റൂമിലുള്ളവരാണ് കാര്യങ്ങൾ പറയുന്നത്, നമുക്കറിയത്തില്ല. ഇത്തരം സന്ദേശങ്ങളൊന്നും അയച്ചിട്ടില്ലെന്ന നിലപാടിൽ ഷമീം ഉറച്ചു നിന്നതോടെ മൊബൈൽ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി. പരിശോധനയിൽ ഫോണിൽ നിന്നും തെളിവുകളൊന്നും കണ്ടെത്താനായില്ല. ഒപ്പം ഷമീമിന് 1-ാം പ്രതിയുമായോ പെൺകുട്ടിയുമായോ ബന്ധം ഉണ്ടെന്നുള്ളതിന്റെ തെളിവുകളും ലഭിച്ചില്ല. ഇതോടെയാണ് ഇയാളെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ദില്ലി കോടതിയിൽ അപേക്ഷ നൽകിയത്. എനിക്ക് ഇവിടുത്തെ പ്രൂഫിൽ എനിക്ക് അഡ്രസ് എല്ലാം മാറ്റി ഇവിടുത്തെ നാട്ടുകാരനെ എന്റെ ഉമ്മയും ആങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട്, സഹോദരങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് അവരെ കാണാണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ പോയിട്ട് വരും. പിന്നെ ഞാൻ ജോലി ചെയ്തിരിക്കാം, ഞാൻ അതിലെല്ലാത്തിനും ഞാൻ തയ്യാറാണ് എന്നും ഞാൻ പറഞ്ഞു. അല്ലല്ല, നീ പക്കാ ഫ്രോഡാണ്, നിന്നെ അവർ കൊണ്ടുപോകാൻ ഇതിനെ വന്നിരിക്കുന്നത്, അവർ കൊണ്ടുവന്ന് അപ്പൊ തന്നെ അവര് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു നമ്മളെ കൊണ്ടുപോവുക ചെയ്തത്. പിന്നെ പോകുന്ന വഴിക്ക് വെച്ച് പോലീസുകാർ പറഞ്ഞ്, ഇത് വന്നിട്ട് നീ അംഗീകരിക്ക് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അടുത്ത പോയിന്റ് എന്നാ പറയും, കള്ളം പറയും, ഞാൻ ചെയ്തു പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ അടുത്ത് എന്നാ ചോദിക്കും, ഇത് നീ പൈസ എങ്ങനെ ഞാൻ പെട്ടെ 30 ലക്ഷം രൂപ മേടിച്ചെന്ന് ചോദിക്കും. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ സത്യാവസ്ഥ ഫുള്ളും തുറന്നു പറഞ്ഞു. എന്റെ ഫോണിൽ അഥവാ നിങ്ങൾ പോയി അവിടെ പോയിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാലും അതിൽ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടിയ ശിക്ഷ നിങ്ങൾ ഇതാക്കാൻ പറഞ്ഞാലും അത് ഞാൻ സന്നിധാനം ഞാൻ പറഞ്ഞു. എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കഴിഞ്ഞതിനൊപ്പം 1 വർഷത്തോളം മാനസികമായും പീഡിപ്പിക്കപ്പെട്ടു. പിന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമുക്ക് പഴയ ഓണറിനോട് പോയി നമ്മൾ ജോലി ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല ജോലിയൊന്നും തരുന്നില്ല, വേറെ ഒന്നും കൂടുതൽ സംസാരിക്കണ്ട, ഇപ്പോൾ വിട്ടു പൊയ്ക്കളാൻ പറഞ്ഞു. അത് വന്നിട്ട് ഇപ്പോൾ 1 വർഷം 2 മാസമായി, ജോലിയില്ല, ഒന്നുമില്ല. പിന്നെ നാട്ടുകാർ അതും ഇതും പറയാൻ തുടങ്ങി, ഇവൻ വന്നിട്ട് റേപ്പിംഗ് കേസിലാണ് ഇവനെ കൊണ്ടുപോയത്, ഇവൻ പെണ്ണെ വന്നിട്ട് ഭീഷണിപ്പെടുത്തി, ഇവൻ പൈസ തട്ടിപ്പുകാരനാണ്, ഇവൻ അങ്ങനെയാ മറ്റേതാ മറിച്ചാന്ന് നാട്ടുകാർ പറയാൻ തുടങ്ങി. ഈ നാണക്കേട് കാരണം ഞാൻ മദ്രാസിൽ പോയതാണ്. മദ്രാസിൽ എൻ്റെ ഉമ്മയും സഹോദരങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ പിന്നെ അവിടെ പോയി കുറച്ച് നാൾ ഞാൻ നിന്നു, ഈ നാണക്കേടൊക്കെ ഒന്ന് മാറട്ടെ എന്ന് ഓർത്തിട്ട് അവിടെ പോയി നിന്നു. അപ്പോൾ എനിക്ക് 3 മാസം സൈൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 മാസം സൈനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ചെയ്തു. കാരണം ഇപ്പം നിലവിൽ നമ്മൾ ജോലിയില്ലാതെ എത്ര നാളിങ്ങനെ ഇരിക്കും. ഇപ്പോൾ 3 മക്കളും കുടുംബമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു.
അപ്പോൾ അവർക്ക് ചെലവിനൊടുക്കാൻ പോലും നമുക്ക് ഇപ്പോൾ ഒരു നിർവാഹമില്ല. കാരണം ആരും ജോലി തരുന്നില്ല. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പെണ്ണിൻ്റെ അത്താക്ക് എന്തെങ്കിലും പറമ്പിൽ എന്തെങ്കിലും ജോലി കിട്ടിയാൽ മക്കളല്ലേ, മക്കളെ കളയാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് എന്തെങ്കിലുമൊക്കെ വന്ന് വീട്ടിൽ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. ഷമീമിന്റെ കൈവശമുണ്ടായിരുന്ന ഫോണിന്റെ IP അഡ്രസ് ഉപയോഗിച്ച് സന്ദേശം അയച്ചത് ആരെന്ന് ഇതുവരെയും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. ജനുവരി 10 കേസ് വീണ്ടും കോടതി പരിഗണിക്കുമ്പോൾ വെറുതെ വിടുമെന്നും ഉണ്ടായ മാനക്കേടുകളെല്ലാം ഇല്ലാതാകുമെന്നുമുള്ള വിശ്വാസത്തിലാണ് ഷമീം ഇപ്പോൾ. അഭിഭാഷകരായി ബിജു പി രാമനും ജോൺ തോമസ് അറക്കലുമാണ് ഷമീമിനായി കോടതിയിൽ ഹാജരായത്. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എൻ്റെ അപ്പായിച്ചേട്ടാ എന്തോ നേലക്കാട്, നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ലേ, നീ സാനു മാഷിനോട് ചോദിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇത് എവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർഗ്രീൻ, മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.